ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് ടച്ച് ഫോണിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെൻ ഉണ്ടാക്കാനാണ്. അതിനായി നിങ്ങളായി തന്നെ ഒരു കോപ്പർ വയർ എടുത്തതിന് ശേഷം അതിൻ്റെ ഇൻസുലേഷൻസ് റിമൂവ് ചെയ്യുക. അതിൽ നിന്ന് ഒരു കോപ്പർ വയർ മാത്രം എടുക്കുക. പിന്നെ ബഡ്സിൻ്റെ പഞ്ഞി എടുക്കുക. അത് വീഡിയോയിൽ കാണുന്ന പോലെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉരച്ച് ഒന്ന് നൈസാക്കുക. അതിനുശേഷം നമ്മളൊരു പഴയ പേന എടുത്തതിന് ശേഷം പാക്ക് മൂടി ഊരുക. അതിനുശേഷം നമ്മൾ മുൻപ് ചെയ്തു വെച്ച കോപ്പർ വയർ എടുത്ത് ഇതിൻ്റെ ഫ്രണ്ട് ആ ലെഡ് തള്ളി നിൽക്കുന്ന ഭാഗത്തേക്ക് ഒന്ന് വീഡിയോയിൽ കാണുന്ന പോലെ വയ്ക്കുക. നേരെ താഴോട്ട് സൂക്ഷിച്ചു വയ്ക്കുക. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന വിധമായിരിക്കണം വയ്ക്കേണ്ടത്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ബഡ്സിൻ്റെ പഞ്ഞെടുത്തെങ്ങാണ്ട് നമ്മൾ ഫ്രണ്ടിലുള്ള ഹോളിൽ കൂടെ നന്നായിട്ട് തള്ളി ഉള്ളിലേക്ക് കയറ്റണം. നല്ല ടൈറ്റിലിരിക്കണം ഉള്ളിൽ. നല്ലോണം ഒരു തള്ളി വയ്ക്കുക പറ്റണത്ര. അതിനുശേഷം ബാക്കി വരുന്ന ഈ ഭാഗമുണ്ട്, അത് കത്രി കൊണ്ട് വെട്ടണം. ഫുള്ള് കളയരുത്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു കുറച്ച് തള്ളി നിൽക്കണം. സാധാരണ ലെഡ് തള്ളി നിൽക്കണ പോലെ തന്നെ നമ്മൾ പുറത്തേക്കൊന്ന് തള്ളി നിൽക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യണം. അതിനുശേഷം ബാക്കി വരുന്ന ആ കോപ്പർ വയർ എടുത്തുങ്ങാണ്ട് പാനിയുടെ ബാക്കിൽ മൂടി തുറന്നിട്ടുണ്ടല്ലോ, നമ്മൾ ആ ഹോളിലൂടെ കയറ്റി വയ്ക്കണം. അതിന് ശേഷം നമ്മൾ സാധാരണ പോലെ തന്നെ അത് മൂടി വയ്ക്കുക. നല്ല അതോടുകൂടി തന്നെ മൂടി വയ്ക്കാൻ നോക്കാം. ഇത്രയുള്ളൂ ഫ്രണ്ട്സ്. നമ്മളപ്പോൾ പേന റെഡി ആയി കഴിഞ്ഞ് അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ടെസ്റ്റ് ചെയ്യണതിന് മുമ്പ് നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ഈ പഞ്ഞി അതിലേക്ക് ഒന്ന് മുക്കണം. എന്നിട്ട് ആ വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഒന്ന് കൈ കൊണ്ട് ഞെക്കി കളയാം. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ വീഡിയോ ഒന്ന് കാണാൻ പറ്റും. നല്ലപോലെ തന്നെ പേന വർക്ക് ചെയ്യുന്നുണ്ട്. ടച്ച് ഫോണിലും ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ പല കാര്യങ്ങൾക്കും വരയ്ക്കാനാണെങ്കിലും ഇതൊക്കെ വളരെ ഈ പേന ഉപകാരപ്രദമാകും കൈ കൊണ്ട് തൊടുന്നതിലും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ഞാൻ അടുത്ത എപ്പിസോഡിൽ വരും.